പ്രിയമുള്ളവരെ, ബോയിങ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. ഈ ബോയിങ്ങിൻ്റെ സെയിൽസ് മാനേജർ ആവട്ടെ, തൻ്റെ വീട്ടിൽ 4 മണിക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കുന്ന ഒരു പലഹാര കച്ചവടക്കാരനായിക്കൊള്ളട്ടെ, ഇവർ രണ്ടുപേരും ചെയ്യുന്നത് വിൽപ്പനയാണ്. സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സെല്ലിംഗ്. സോ ദാറ്റ് they both are into professional selling. അപ്പോൾ ഈ പ്രൊഫഷണൽ സെല്ലിംഗ് എന്ന ആ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. സോ ദാറ്റ് ദ ഫണ്ടമെന്റൽസ് ഓഫ് സെയിൽസ് പ്രോസസ് ഏതൊക്കെയാണത്? അതിലൊന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന ഉൽപ്പന്നമോ സേവനമോ ഏതുമായിക്കൊള്ളട്ടെ, അത് വാങ്ങിക്കാൻ സാധ്യതയുള്ളവരുടെ ഒരു പേര് വിവരങ്ങൾ അടങ്ങുന്ന, അവരുടെ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ അടങ്ങുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് ഒരു വൺ ടൈം പ്രോസസ് അല്ല. ഇത് അനസ്യൂതം തുടരുന്ന പുതിയ പുതിയ വ്യക്തികളെ, പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അവരെ വീണ്ടും ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസിലുള്ള ഏതൊരു വ്യക്തിയുടെയും ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് എക്സസൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മേക്ക് എ ലിസ്റ്റ് ഉണ്ടാക്കുക. 2, ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കുക. അതായത് ബുക്ക് എ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. ആരുമായിട്ടാണോ വിമാനം വാങ്ങിക്കാനുള്ള ബഹുരാഷ്ട്ര പല രാജ്യങ്ങളുടെയും ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്, അല്ലെങ്കിൽ ഏവിയേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളായിക്കൊള്ളട്ടെ, അപ്പോൾ അതിൻ്റെ മേലധികാരികളും ഒക്കെ ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് എടുക്കുക, മീറ്റിംഗ് ഫിക്സ് ചെയ്യുക. ഇനി അതല്ല, പലഹാര കച്ചവടക്കാരനാണെങ്കിൽ വീട് വീടാന്തരമാണ് കയറി ഇറങ്ങി നടന്ന് വിൽക്കുന്നതെങ്കിൽ അങ്ങനെ ഏതൊക്കെ വീട്ടിൽ എനിക്ക് വിറ്റഴിക്കാൻ സാധിക്കും, ഏതൊക്കെ മേഖലയിൽ, ഏതൊക്കെ ഏരിയയിൽ എനിക്ക് പോകാനായിട്ട് സാധിക്കും, അതല്ല ബേക്കറികളിൽ കൊടുക്കാൻ കഴിയുമോ, പലഹാര അല്ലെങ്കിൽ ഹോട്ടലുകളിൽ എനിക്ക് കൊടുക്കാൻ കഴിയുമോ. അപ്പം ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതാണ് ലിസ്റ്റിംഗ്. 2ാമത്തേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവിടെ പോവുക, അവരുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കുക. ദാറ്റ് ഈസ് ബുക്ക് എ മീറ്റിംഗ് ഓർ ഫിക്സ് എൻ അപ്പോയിൻമെൻറ്റ്. 3ാമത്തേത് ഷോ ദ പ്ലാൻ അല്ലെങ്കിൽ പ്രസന്റ് ദ പ്രോജക്റ്റ്. ആ പദ്ധതി ഏതാണ്, ആ പ്രോഡക്റ്റ് ഏതാണ്, ആ ഒരു സർവീസാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ അതെന്താണ്. അപ്പോൾ ഇതൊക്കെ 3ാമത്തെ കാര്യം, 3ാമത് ചെയ്യേണ്ടുന്നത് ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഷോ ദ പ്ലാൻ, ഷോ ദ പ്രോഡക്റ്റ്. ഇതാണ് 3ാമത്തേത്. 4ാമത്തേത് ഡു ദ ഫോളോ അപ്പ് എന്നുള്ളതാണ്. അതായത് ഇത് നമ്മൾ പ്രസൻറ്റേഷൻ നടത്തിയ വ്യക്തികളെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉൽപ്പന്നമോ സേവനമോ വേണോ എന്ന് ചോദിച്ച് ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ എടുത്തു പറയേണ്ടുന്നൊരു കാര്യം, ഫോളോ അപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പോയി കണ്ട 2ഓ 3ഓ പേരുടെ പുറകെ നടക്കുന്നതല്ല. അങ്ങനെ പുറകെ നടന്നു കഴിഞ്ഞാൽ അത് ഫോളോയിങ് അപ്പാണ്, പുറകെ നടക്കലാണ്. ഫോളോ അപ്പ് ഈസ് നോട്ട് ഫോളോയിങ് അപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമാണ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പ്രോസ്പെക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സ്, ഉൽപ്പന്നമോ സേവനമോ എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, അവരെ നമ്മളൊന്ന് ഫോളോ അപ്പിന് വേണ്ടി ഒന്ന് വിളിക്കുക, വീണ്ടും അവരെ പറ്റുമെങ്കിൽ ഒന്ന് കൂടി കാണുക, അവരുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു കൊടുക്കുക. അപ്പോൾ അതാണ് ഫോളോ അപ്പ്. അപ്പോൾ ഇങ്ങനെ ഫോളോ അപ്പ് നടത്തി ഇതിൻ്റെയൊക്കെ അവസാനം, അപ്പോൾ ഗോൾ ഓഫ് എ സെയിൽസ് പ്രോസസ്, ഈ 4 കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അവസാനമായി ഒരു ലക്ഷ്യം നേടുന്നതിനാണ്. ആ ലക്ഷ്യത്തെ നമ്മൾ വിളിക്കുന്നത് ക്ലോസിംഗ് എന്നാണ്, സെയിൽസ് ക്ലോസിംഗ്. അപ്പം ഗോൾ ഓഫ് സെയിൽസ് പ്രോസസ് അത് മേക്ക് എ ലിസ്റ്റ്, ബുക്ക് എ മീറ്റിംഗ്, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്. ഈ 4 കാര്യങ്ങളും വഴി നമ്മൾ എത്തിച്ചേരുന്നത് ആ ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിലേക്കാണ്, ആ ഡീല് ക്ലോസ് ചെയ്യുന്നതിലേക്കാണ്. അപ്പോൾ ഡീല് ക്ലോസ് ചെയ്യുക എന്നർത്ഥമാക്കുന്നത് ഒരു ബന്ധം, ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ ഒരു ബന്ധം തുടങ്ങി വെക്കുന്നതുമാണ്. സോ ദാറ്റ് യു ബിക്കം വെരി ക്ലോസ്. നിങ്ങൾ ആ വ്യക്തിയുമായി നന്നായി അടുക്കുന്നു. അപ്പോൾ ക്ലോസ് എന്ന വാക്കിന് ഒരു ഡീൽ അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ബന്ധം തുടങ്ങുക. ആ ബന്ധം തുടങ്ങി വെക്കുമ്പോൾ ആ ഉപഭോക്താവുമായി ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള നല്ല ബന്ധം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, പരസ്പര സ്നേഹബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധം
നമ്മൾ പറയാറില്ലേ നമ്മുടെ ചില സുഹൃത്തുക്കളുമായിട്ട് വളരെ ക്ലോസ് ആണെന്ന്, അച്ഛനും അമ്മയുമായിട്ട് സഹോദരങ്ങളുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ആണെന്ന് നമ്മൾ പറയാറില്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? പരസ്പരം നല്ല വിശ്വാസമാണ്, നല്ല സ്നേഹമാണ്. അപ്പോൾ ക്ലോസിംഗ് ഓഫ് എ സെയിൽസ് ഡീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഉപഭോക്താവുമായി നല്ല വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, നല്ല സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുക, തുടർ ദിനങ്ങളിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നിസ്വാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി ചെയ്യുക, ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന പേയ്മെൻറ്റ് കൃത്യമായിട്ട് വാങ്ങിച്ചെടുക്കുക. That is what the goal of sales process. That is how we are getting very close with a customer. Thanks a lot.